the sun sets in the horizon, we begin with joyous elation, cherishable moments that have passed by, notable happenings that we have learned from, all in a beautiful pile. Take a deep breath, dear ladies and gentlemen. The stage is all set for a wondrous insight. Our school annual report, a visual treat symbolizing team spirit and togetherness. Hi friends, I am in the campus of St. John's Convent UP School. Our school! Hi everyone, I am Dhwani Rajesh from 5A at St. John's Convent UP School, Melu. I express my enthusiasm for a school that embodies excellence, innovation and a passion for learning. ഹേയ് കൂട്ടുകാരെ, എത്ര പെട്ടെന്നാണ് നമ്മുടെ ഈ ഒരു വർഷം കടന്നുപോയതെന്നറിയാമോ? നമ്മുടെ അച്ചീവ്മെന്റ്സും പഠന നേട്ടങ്ങളും കളിയും ചിരിയും ആഘോഷങ്ങളും എല്ലാം കണ്ട് ആസ്വദിക്കാനാണ് നമ്മുടെ പാരൻസും ഈ നാടും നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. എന്താ, നിങ്ങൾ റെഡിയല്ലേ? Our school management. As an eco-friendly institution, we are led by an efficient personality, our headmistress, Reverend Sister Josephine, with her creativity, critical thinking, and empathy. Our dedicated staff are the supreme attraction of this school. An aesthetic glance keeps our school more dazzling. ഓർമ്മയുണ്ടോ നമ്മുടെ പ്രവേശനോത്സവം? 2024-25 അധ്യയന വർഷം ജൂൺ 3-ാം തീയതി ആരംഭിച്ചു. വിദ്യാലയ അന്തരീക്ഷം ആകർഷകമാക്കി. നവാഗതരെ സ്വീകരിക്കുന്നതിനായി വിദ്യാലയം മനോഹരമായി അലങ്കരിച്ചു. നവാഗതരെ കളഭം ചാർത്തി പ്രവേശനോത്സവ ഗാനത്തോടെ സ്വീകരിച്ചു. ജൂൺ 7-ാം തീയതി PTA പൊതുയോഗം ചേർന്നു. ഈ യോഗത്തിൽ വെച്ച് 2024-25 വർഷത്തേക്കുള്ള പുതിയ കമ്മിറ്റിക്ക് രൂപം നൽകി. ശ്രീ ലിംസൺ ആന്റണി, ശ്രീമതി ജാസ്മിൻ എന്നിവരെ PTA MPTA പ്രസിഡന്റ്മാരായി തിരഞ്ഞെടുത്തു. കമ്മിറ്റി അംഗങ്ങളുടെ നിർലോഭമായ സഹായ സഹകരണങ്ങളും നിർദ്ദേശങ്ങളും വിദ്യാലയത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ഏറെ സഹായകമാണ്. ജൂൺ 3-ാം തീയതി മുതൽ ഉച്ചഭക്ഷണ പരിപാടി മുടക്കം കൂടാതെ പതിവ് പോലെ നടന്നുവരുന്നു. ഉച്ചഭക്ഷണ പരിപാടി ഭംഗിയാക്കുവാൻ നോൺമീൽ വർക്കർ ശ്രീമതി ഷൈനിയോടൊപ്പം കമ്മിറ്റി അംഗങ്ങളും സഹകരിക്കുന്നു. കൂടാതെ ഉച്ചഭക്ഷണ വിഭാഗം ഉദ്യോഗസ്ഥരുടെ സമയാസമയങ്ങളിലുള്ള പരിശോധനകളും നിർദ്ദേശങ്ങളും പ്രവർത്തനത്തിന്റെ നടത്തിപ്പിന് ഏറെ സഹായകമാണ്. ഞങ്ങളുടെ ഷൈനിയാൻ്റെ അത്ര നിസ്സാരകാരിയൊന്നല്ല. സബ് ജില്ലാ കുക്കിംഗ് കോമ്പറ്റീഷനിൽ 1-ാം സ്ഥാനം നേടി സെന്റ് ജോൺസിന്റെ അഭിമാനമായി തീർന്ന ഷൈനി ആന്റിക്ക് അഭിനന്ദനങ്ങൾ. രാവിലെ ടീച്ചേഴ്സിന്റെ പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന സ്കൂൾ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ പ്രത്യേക അസംബ്ലികളും അനുമോദനങ്ങളുമെല്ലാം ഞങ്ങൾക്ക് കൂടുതൽ ഉന്മേഷം നൽകുന്നവയാണ്. Our school leaders. ഇംഗ്ലീഷ് ഭാഷയുടെ പ്രാവീണ്യം വർദ്ധിപ്പിക്കുന്നതിനായി എല്ലാ ചൊവ്വാഴ്ചയും ഇംഗ്ലീഷ് ഡേ ആയി ആചരിക്കുകയും അന്നേ ദിവസം പ്രത്യേകമായി അധ്യാപകരും വിദ്യാർത്ഥികളും ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുകയും ചെയ്യുന്നു. കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് എല്ലാ ദിവസവും AMP ക്ലാസുകൾ, പത്രപുസ്തക ശേഖരണം, റീഡിംഗ് ക്യാമ്പയിൻ, ബഡ്ഡിംഗ് റൈറ്റേഴ്സ്, എഴുത്തുകൂട്ടം, വായനക്കൂട്ടം തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തു വരുന്നു. SRG, സബ്ജക്ട് കൗൺസിൽ എന്നിവ സമ്മേളിച്ച് പാഠ്യപദ്ധതി അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടപ്പിൽ വരുത്തുന്നു. ഹലോ ഇംഗ്ലീഷ്, സുരീലി ഹിന്ദി, ശാസ്ത്രരംഗം, പാർലമെന്റ് തുടങ്ങിയ പ്രവർത്തനങ്ങളിലും കുട്ടികൾ സജീവ പങ്കാളികളാണ്. ഈ അധ്യയന വർഷം വിദ്യാഭ്യാസ ഗുണമേന്മ വർഷമായി ആചരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി CRC തല LEP ഹെൽപ്പിംഗ് ഹാൻഡ് വർക്ക്ഷോപ്പ് ഈ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ചു. LEP ഹെൽപ്പിംഗ് ഹാൻഡ് പദ്ധതിയുടെ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് പ്രൊജക്റ്റ് ചെയ്തു. മലയാള ഭാഷാ വായനയുടെ പ്രാധാന്യം തിരഞ്ഞെടുത്ത് പ്രൊജക്റ്റിന് അക്ഷര ഊഞ്ഞാലിലൂടെ ആകാശത്തിലേക്ക് എന്ന പേര് നൽകി. ഓരോ അധ്യാപകർക്കും വായനയിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ വിഭജിച്ചു നൽകി 3:50 മുതൽ 4:45 വരെയുള്ള സമയത്ത് അക്ഷരമാലയിൽ നിന്ന് തുടങ്ങി വായനയിൽ എത്തി നിൽക്കുന്ന പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് നൽകി. വായനയിൽ പിന്നോക്കക്കാരുടെ പരിശീലനത്തിന്റെ അവലോകനം നടത്തുകയും എല്ലാ കുട്ടികളും വായനാശേഷി കരസ്ഥമാക്കിയെന്ന് രക്ഷിതാക്കൾ അറിയിക്കുകയും ചെയ്തു. വ്യത്യസ്തത നിറഞ്ഞതും ക്രിയാത്മകവുമായ ദിനാചരണങ്ങൾ നൂതന ആശയങ്ങളും അറിവുകളും ഗ്രഹിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നു. ഓരോ വിത്തുമൊരു നന്മയാണ്, ഓരോ നന്മയും നമ്മളാണ്.
ഓണം ക്രിസ്മസ് പരീക്ഷകളിൽ ഫുൾ എ ഗ്രേഡ് നേടുന്നവർക്ക് ബാഡ്ജും സമ്മാനവും നൽകുന്നത് ഞങ്ങളുടെ പഠന മികവ് വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നുണ്ട്. ലയൺസ് ക്ലബിന്റെ അന്തർദേശീയ ഫണ്ട് ഉപയോഗിച്ച് നമ്മുടെ വിദ്യാലയത്തിലേക്ക് 1,00,000 രൂപ വിലമതിക്കുന്ന അടുക്കള പാത്രങ്ങൾ നൽകിയത് നന്ദിയോടെ ഓർക്കുന്നു. ഭാഷ, ഗണിതം, അടിസ്ഥാന ശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നതിന് ജൂലൈ 7 നടത്തിയ മാതൃകാ പരീക്ഷയ്ക്ക് ആവശ്യമായ ചോദ്യങ്ങൾ തയ്യാറാക്കി ഡിസംബർ വരെ എല്ലാ ആഴ്ചയിലും നാസ് എക്സാം ഉണ്ടായിരുന്നു. ഓഗസ്റ്റ് 15 വിദ്യാലയത്തിലെ വൈഗ വിജു എന്ന വിദ്യാർത്ഥിനി ഹൃദ്രോഗത്തെ തുടർന്ന് മരണപ്പെട്ടതിനാൽ വിദ്യാലയത്തിൽ പൊതുദർശനം നടത്തുകയും അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും ആദരാഞ്ജലികൾ അർപ്പിക്കുകയും അന്നേ ദിവസം വിദ്യാലയത്തിന് അവധി നൽകുകയും ചെയ്തു. വൈഗയുടെ സ്നേഹസ്മരണകൾക്ക് മുൻപിൽ പ്രണാമം. വിവിധ ആഘോഷങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത്. കല, കായിക, ശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, ഗണിത, പ്രവൃത്തി പരിചയമേളകളിൽ നമ്മുടെ വിദ്യാർത്ഥികൾ പങ്കെടുത്ത് അവരുടെ മികവ് തെളിയിച്ചു. ഈ വർഷത്തിലെ കലോത്സവത്തിൽ മികവുറ്റ പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിച്ചത് അഭിനന്ദനാർഹമാണ്. നവംബർ 16 ചാലക്കുടി ഉപജില്ലാ സർഗോത്സവത്തിൽ നാടൻ പാട്ടിന് ആൻമരിയ ജുബിൻ, പെയിന്റിങ്ങിന് അവനേന്ദ്രനും 2ാം സ്ഥാനം കരസ്ഥമാക്കി ജില്ലാതല മത്സരത്തിന് യോഗ്യത നേടി. വിദ്യാലയത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ശ്രീ CV ജോയ് അവരുടെ നേതൃത്വത്തിൽ കായിക പരിശീലനം നൽകുകയും നവംബർ 7, 8, 9, 10 തീയതികളിൽ കാർമൽ സ്റ്റേഡിയത്തിൽ നടന്ന കായികമേളയിൽ നമ്മുടെ കുട്ടികൾ ഉന്നത വിജയം കരസ്ഥമാക്കുകയും ചെയ്തു. ദീർഘനാളത്തെ പരിശീലനത്തിന്റെ ഭാഗമായി മാർച്ച് പാസ്റ്റിൽ നമ്മുടെ കുട്ടികൾ 1ാം സ്ഥാനം കരസ്ഥമാക്കി. സബ് ജില്ലാ തലത്തിൽ വിജയികളായ എലൈൻ KP, ശ്രീഭദ്ര രാകേഷ് എന്നിവർ ജില്ലാതലത്തിലും പങ്കെടുത്തു. തുടർന്ന് സംസ്ഥാനതല കായികമേളയിൽ 400 മീറ്റർ റേസിൽ പങ്കെടുത്ത എലൈൻ KPക്ക് വിദ്യാലയത്തിൽ വരവേൽപ്പ് നൽകി. എലൈനും മറ്റ് സ്പോർട്സ് താരങ്ങൾക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. മേലൂർ ഹെൽത്ത് സെന്ററിലെ ഓഫീസേഴ്സ് വിദ്യാലയം സന്ദർശിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങളും മെഡിക്കൽ പരിശോധനകളും നടത്തിവരുന്നു. അസോസിയേറ്റ്സ് ഓഫ് കാർമൽ നടത്തിയ ചാവറോത്സവത്തിൽ നമ്മുടെ വിദ്യാലയം പങ്കെടുക്കുകയും ഓവറോൾ ഫസ്റ്റ് നമ്മുടെ വിദ്യാലയത്തിൽ ലഭിക്കുകയും ചെയ്തു. കാർമൽ സ്കൂളിന്റെ ഗോൾഡൻ ജൂബിലിയോടനുബന്ധിച്ച് നടന്ന ടാലന്റ് ഫെസ്റ്റിൽ നമ്മുടെ വിദ്യാലയം ഉന്നത വിജയം കരസ്ഥമാക്കി. സ്കൗട്ടിന്റെ പുതിയ യൂണിറ്റ് ഈ അക്കാദമിക വർഷം ആരംഭിച്ച് പരിശീലനം നൽകി വരുന്നു. തിരുവനന്തപുരത്ത് നടന്ന 7 ദിവസത്തെ സ്കൗട്ട് ക്യാമ്പിൽ നമ്മുടെ സംസ്കൃതം ടീച്ചർ ശ്രീമതി ശാരിക KS പങ്കെടുത്തു. ഡിസംബർ 20 സുരക്ഷിത് മാർഗ് റോഡ് സേഫ്റ്റി പ്രൊജക്ട് ലോഞ്ച് ചെയ്തു. അന്നേ ദിവസം തന്നെ പ്രൊജക്ടിന്റെ ഭാഗമായ റോഡ് ക്യാമ്പയിൻ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കല്ലുകുത്തി, മേലൂർ, പള്ളിനട ജംഗ്ഷനുകളിൽ സംഘടിപ്പിച്ചു. നമ്മുടെ വിദ്യാലയത്തിലെ നഴ്സറി സ്കൂളിന്റെ 23ാം വാർഷികവും ഇന്ന് ആഘോഷിക്കുകയാണ്. കുഞ്ഞുങ്ങളുടെ കലാകായിക സാംസ്കാരിക പുരോഗതി ലക്ഷ്യമാക്കി അവർക്ക് ആവശ്യമായ വിദ്യയും സ്നേഹവും നൽകുന്നതിന് റവറൻ സിസ്റ്റർ വിക്ടോറിയയും മറ്റ് സഹായികളും ശ്രദ്ധിക്കുന്നു. നാളുകളായി നടത്തിവരുന്ന വിവിധ എൻഡോമെന്റുകൾ കുട്ടികൾക്ക് പ്രോത്സാഹനമാണ്. ഇതിന് സഹായിക്കുന്ന റിട്ടയർഡ് അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, മാനേജ്മെന്റ്, നാട്ടുകാർ എന്നിവർക്ക് പ്രത്യേകം നന്ദി. വിജ്ഞാനത്തോടൊപ്പം നടത്തുന്ന വിനോദയാത്രകളും ഞങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. സ്കൂൾ മാനേജ്മെന്റ് ടീം എല്ലാ വർഷവും വിദ്യാലയത്തിൽ ഇൻസ്പെക്ഷൻ നടത്തി വരുന്നു. വിദ്യാലയത്തിന്റെ ചിരകാല സ്വപ്നമായിരുന്ന സ്റ്റേജിന്റെ നിർമ്മാണം ഈ അധ്യയന വർഷം പൂർത്തീകരിക്കാൻ സാധിച്ചു. ഇതിന് സാമ്പത്തിക സഹായം നൽകിയ മാനേജ്മെന്റിനെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. ഈ വർഷം എല്ലാ കുട്ടികൾക്കും കൗൺസിലിംഗ് സൗകര്യം ഏർപ്പെടുത്തുകയും മൂല്യാധിഷ്ഠിത ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുവാനുള്ള സംവിധാനങ്ങൾ നൽകുകയും ചെയ്യുന്നു. ഉറുദു ഫുട്ബോൾ ടൂർണമെന്റിൽ റണ്ണറപ്പ് വിന്നേഴ്സായ സെന്റ് ജോൺസിലെ മിടുക്കന്മാർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. ഈ വിദ്യാലയത്തിലെ സ്തുത്യർഹമായ സേവനത്തിനു ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ലജ് ടീച്ചർക്ക് ഏറെ സ്നേഹത്തോടെ യാത്രാമംഗളങ്ങൾ നേരുന്നു. ടീച്ചർക്കും ടീച്ചറുടെ കുടുംബത്തിനും നന്ദിയേകുന്നതോടൊപ്പം ഇനിയുള്ള ജീവിതം ആയുരാരോഗ്യം നിറഞ്ഞതാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.